ചങ്ങനൂർ ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചു. ശിക്ഷാ ഇളവ് മന്ത്രിസഭ അംഗീകരിച്ചതിന് പിന്നാലെ സഹതടവുകാരെ ആക്രമിച്ച കേസിൽ ഷെറിൻ പ്രതിയായതോടെയാണ് തീരുമാനം. മന്ത്രിസഭാ തീരുമാനം അംഗീകാരത്തിനു വേണ്ടി ഗവർണർക്ക് അയച്ചില്ല. ഭാസ്കരക്കാരനവർ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ നല്ല നടപ്പ് പരിഗണിച്ച് ശിക്ഷാ ഇളവ് നൽകാൻ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തിരുന്നു. നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ച് മന്ത്രിസഭാ യോഗം ജനുവരിയിൽ ശുപാർശയ്ക്ക് അംഗീകാരം നൽകി. പിന്നാലെ ഫെബ്രുവരിയിൽ സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിൽ കണ്ണൂരിൽ ഷെറിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടെ ശിക്ഷാ ഇളവ് ശുപാർശ തൽക്കാലം ഗവർണർക്ക് അയക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. നല്ല നടപ്പിൽ ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്താൽ പുതിയ കേസുകൂടി ആയതോടെ ഗവർണർ ഫയൽ തിരിച്ചയക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വിലയിരുത്തുന്നു. ശിക്ഷാ ഇളവിന് ബാഹ്യ ഇടപെടലുകൾ നടന്ന ആക്ഷേപങ്ങൾ ഉയർന്നതും തീരുമാനം മരവിപ്പിക്കാൻ കാരണമായി. 2009 മകന്റെ ഭാര്യ കൂടിയായ ഷെറിൻ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയത്. കേസിൽ ഷെറിന് 3 ജീവപര്യന്തം തടവാണ് 2010 ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതി വിധിച്ചത്. 24 തിരുവനന്തപുരം.